ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. കോളിഫ്ലവർ വരട്ടിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന, ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചോറിന് കഴിക്കാൻ വേറെ കറികളൊന്നും ആവശ്യമില്ല. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോയോളം വരുന്ന ഒരു കോളിഫ്ലവറാണ് കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കണം. മസാലയ്ക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് വേണ്ടത് എരിവിനായിട്ട് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡറൊന്നും അല്ല. 2 ടീസ്പൂൺ എടുക്കുന്നു. പിന്നീട് അതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് വേണ്ടത് ഒരു ടീസ്പൂൺ നമ്മളുടെ ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടുതലും കുറവും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ മസാല ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഈ മസാലയിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവറിന് പകരം മൈദ ആയാലും മതി കേട്ടോ. എന്താണോ വീട്ടിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അധികം വെള്ളമായി പോകരുത്, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മളുടെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്കും ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മുടെ മസാല വേണ്ടത്. നന്നായിട്ട് തിക്കായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ടായാലും കുഴപ്പമില്ല, അതോടൊപ്പം തന്നെ നമുക്ക് സ്പൂണും ഉപയോഗിക്കാം. രണ്ടായാലും നന്നായിട്ട് പിടിച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി ആദ്യം അങ്ങനെ റെഡിയാക്കിയതിൻ്റെ ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മളുടെ ഇത് തേച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കുറച്ച് നേരം നമുക്കൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മസാലയൊക്കെ റെഡിയായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ കോളിഫ്ലവർ പുരട്ടി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് കോളിഫ്ലവർ പൊരിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. കോളിഫ്ലവർ പൊരിക്കുന്നതിന് നമുക്ക് കുറച്ചൊരു ടൈം ആവശ്യമുണ്ടാവും കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം, അതിനെ കൊണ്ടാണ് കുറച്ച് സമയം ആവശ്യമുള്ളത്. അത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. നമ്മൾ കോളിഫ്ലവർ വരട്ടിയതാണല്ലോ ഉണ്ടാക്കുന്നത്. പൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊരിച്ച് എടുത്തതിന് ശേഷം നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഈ എണ്ണ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ തന്നെയാണ് നമ്മൾ വരട്ടിയെടുക്കാനുള്ള ഉള്ളിയൊക്കെ ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണ അത്ര വേണ്ടെങ്കിൽ നമുക്ക് പൊരിച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിവാക്കിയിട്ട് കുറച്ച് എണ്ണ എടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ആ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നീട് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4 പച്ചമുളക്,
അതോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പില, രണ്ടും കൂടി അരിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നിന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കേണ്ടത് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മളുടെ ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഫ്രൈയിൽ ഉപ്പ് നല്ലോണം ഇട്ടിട്ടുണ്ട്. അതായാലും മതി, പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇത് വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ സോസ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇളക്കുക. ഇനി അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. കോളിഫ്ലവർ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ ചോറൊക്കെ കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കോളിഫ്ലവർ വഴറ്റിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്